അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ലിസാനുൽ ഖുർആൻ പാഠം 4. നാലാമത്തെ പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹെഡിങ്ങിൽ കാണുന്നത് പോലെ മാഹാദാ, ഇത് എന്താകുന്നു എന്നാണ് അർത്ഥം. മാഹാദാ എന്ന് പറഞ്ഞാൽ ഇത് എന്താകുന്നു. അപ്പോൾ എന്ത് എന്ന പ്രയോഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും എന്ത്, അതോടൊപ്പം നമ്മൾ മുമ്പ് പഠിച്ച കുറേ പ്രയോഗങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ്സിൽ ആവർത്തിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്ക് മനസ്സിലേക്ക് പ്രയോഗങ്ങൾ നമുക്ക് നന്നായി ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ രൂപങ്ങളുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാഹാദ എന്ന വിഷയം പറയാണ്. ഒന്നാമത്തെ ചിത്രം തന്നെ കണ്ടല്ലോ, നമുക്കിഷ്ടപ്പെട്ട മാംഗോ അല്ലേ. മാങ്ങയുടെ ഒരു ചിത്രത്തിൻ്റെ അപ്പുറത്തും ഒരു ചോദ്യവും ഉത്തരവുമാണ്. ഒന്നാമത്തോടത്ത് ചോദ്യമാണ്, ചിത്രം ചോദ്യചിഹ്നം കണ്ടല്ലോ, അപ്പോൾ മനസ്സിലായി ചോദ്യമാണ്. അപ്പോൾ മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നതിന് പ്രയോഗിക്കുന്നതാണ്. ചോദ്യമായി വരുന്ന സമയത്ത് എന്ത് എന്നാണ്. അപ്പോൾ ഹാദ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇത് അല്ലേ. ഹാദ എന്നുള്ള ആണാവുമ്പോൾ ഇത് എന്നും ഹാദിഹി എന്നും ഇത് തന്നെയാണ് പെണ്ണാകുന്ന സമയത്തും. അപ്പോൾ ഇത് എന്താണെന്നായി മൊത്തം അർത്ഥം. എന്ത് ഇതെന്ന് കൂടിയാലും മൊത്തം എന്തായി അർത്ഥം, ഇത് എന്താണ് എന്നായി അർത്ഥം. അപ്പോൾ മാങ്ങ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഒരാൾ ചോദിക്കുകയാണ് ഇത് എന്താണ്. അപ്പോൾ അറബിയിൽ എങ്ങനെ ചോദിക്കുക, ഇതെന്താന്നുള്ളതിന് മാഹാദ, ഏത് സാധനം തൊട്ട് മുമ്പുണ്ട്. ആണാണെങ്കിൽ മാഹാദ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതിനിങ്ങനെ ഉത്തരം പറയാം. നമ്മൾ ഇത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഹാദ തന്നെയാണ്. അപ്പോൾ അറബിയിൽ മാങ്ങക്ക് എന്താ പറയുക, നല്ല സുഖമാണ്. ഇംഗ്ലീഷ് അറിയണാക്കല്ലേ അല്ലെ മലയാളം അറിയണാക്കൊക്കെ സുഖം തന്നെയാണ്. ഇംഗ്ലീഷും അറബിയും മലയാളമൊക്കെ ഒരേ രൂപത്തിൽ പ്രയോഗിക്കുന്ന സാധനമാണ് മാങ്ങ. അപ്പം മാംഗോ, മാഞ്ച ഉണ്ടോ, 3 മാങ്ങ, മാംഗോ, മാഞ്ച. എന്തൊരു സുഖം അല്ലേ. അപ്പോൾ അറബിയിൽ മാങ്ങക്ക് മാഞ്ച എന്ന് പറയാം, ഇംഗ്ലീഷിൽ മാംഗോ, മലയാളത്തിൽ മാങ്ങ. ഓക്കെ, പെട്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ മാങ്ങ നമ്മൾ പുരുഷൻ പുല്ലിംഗായിട്ട് പ്രയോഗിക്കുന്നത് കൊണ്ട് ഇത് മാങ്ങയാകുന്നു. എങ്ങനെ പറയാ, ഹാദ മാഞ്ച, ഹാദ മാഞ്ച. ഇനി നമ്മൾ അടിയിലേക്ക് വരിക അല്ലേ, ചെറിയൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ എന്താ, നല്ല ചൊറുക്കുള്ള പൂച്ചല്ലേ അല്ലേ, പൂച്ച ഉണ്ട്, ക്യാറ്റ് അല്ലേ, ഇംഗ്ലീഷിലെ ക്യാറ്റാണ് പൂച്ച. ഈ പൂച്ചക്ക് നമ്മൾ ഇവിടെ കൊടുത്തു നോക്കി, ഇതെന്താണ്, ചോദ്യമാണ്. ചോദ്യം എങ്ങനെ ചോദിച്ചത് നോക്കി, മാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെയാണ്, എന്താണ് അല്ലേ. അപ്പോൾ ഹാദ എന്നല്ല പ്രയോഗിച്ചു, ഇവിടെ ഹാദിഹി എന്നാണ്. നേരത്തെ നമ്മൾ ഹാദാണെങ്കിൽ ഇവിടെ ഹാദിഹി എന്നാണ് പ്രയോഗിച്ചു. എന്തേ കാരണം, പൂച്ച നമ്മൾ അല്ലേ സ്ത്രീലിംഗമായിട്ട് ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ നമുക്ക് കുഞ്ഞൊക്കെ തരണല്ലേ അല്ലേ, പൂച്ച കുഞ്ഞൊക്കെ തരണ പൂച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീലിംഗാണ്. അതുകൊണ്ട് നമ്മൾ ഹാദിഹി എന്നൊരു ഹാ കൂട്ടി. സംഗതി ഇത് തന്നെയാണ്, അർത്ഥം വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മൾ ഹാദിഹി എന്നാക്കി. ഉത്തരം എങ്ങനെ പറയാ, പൂച്ചയാണല്ലോ, അപ്പം പിന്നെ സ്ത്രീലിംഗാണല്ലോ, അപ്പോൾ ഹാദിഹി. പിന്നെ അവിടെ ഹാദേ പറഞ്ഞു, ഇവിടെ പോരാ, ഇവിടെ ഹാദി. പൂച്ചക്ക് എന്താ അറബിയിൽ പറയാ, ഹിറത്തുൻ. ഹിറത്തുൻ എന്നാൽ പൂച്ച കേട്ടോ, ഹിറത്ത് എന്നാണ് അറബിയിൽ പറയാ, ഹിറത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹാദിഹി എന്നായി. നേരത്തെ നമ്മൾ മാഞ്ച എന്നുള്ള പുല്ലിംഗം ആയതുകൊണ്ട് ഹാദ എന്നായി മാറി. ഇപ്പുറത്ത് കുട്ടിയിലേക്ക് വരാം. ഒരു ആൺകുട്ടിനെ കണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന കുട്ടി തന്നെയാണ് അല്ലേ, ഇത് ആൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇനി മാ എന്നല്ല, നേരത്തെ നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നമ്മൾ മാ ചോദിക്കുക. എന്ത് നമ്മൾ പറയലല്ലേ അല്ലേ. ഒരാളെ ചൂണ്ടിയിട്ട് നമ്മൾ എന്ത്, ഇതെന്താണെന്ന് ചോദിക്കോ അല്ലേ. നിങ്ങളിപ്പനെ ചോദിച്ചാൽ ചൂണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചോദിക്കോ, എന്ത് നല്ല ചോദിക്കും. നമ്മളവിടെ ആര് എന്നാണ് ചോദിക്കുക, ആര് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടുത്തെ ചിത്രത്തിൽ ഒരു കുട്ടിയല്ലേ, അപ്പോൾ മനുഷ്യനാണല്ലോ അല്ലേ. ഇപ്പോൾ ജീവനുള്ള മനുഷ്യനോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആര് എന്നാണ്, ഇതാരാണ്. അപ്പോൾ അവിടെ മണ്ണ് നമ്മൾ പറയും കേട്ടോ. ഇവിടുത്തെ പ്രയോഗം മണ്ണ് കണ്ടോ, മണ്ണ് പറഞ്ഞാൽ എന്താ, ആര്. അപ്പോൾ ഇത് എന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചു, ഹാദ. ആൺകുട്ടി ആയതുകൊണ്ട് ഹാദ തന്നെ. പക്ഷേ മാന്ന് ചോദിക്കരുത്, ഇവിടെ മണ്ണ് എന്നാണ് ചോദിക്കുക. കാരണം ജീവനുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരേ പ്രയോഗം തന്നെ, മൻ, ആരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയാ, ഇത് ബാസിം എന്ന കുട്ടീൻ്റെ പേരെന്ന് കൂട്ടുക. ബാസിം എന്നാണെങ്കിൽ എങ്ങനെ പറയാ, ഹാദാ ബാസിമുൻ, ഇത് ബാസിമാകുന്നു, ഇത് ബാസിം എന്ന കുട്ടിയാകുന്നു. അപ്പോൾ ഹാദ എന്ന പ്രയോഗിച്ച്, കാരണം ആൺകുട്ടിയാണ്. ഞാൻ അടിയിലേക്ക് വരിക. അടിയിലൊരു പെൺകുട്ടി അല്ലല്ലേ, പെൺകുട്ടിയുടെ ചിത്രം കണ്ടില്ലേ, തൊട്ടട്ട കുട്ടീൻ്റെ ചിത്രം നേരത്തെ കൊടുത്ത നമ്മൾ ചിത്രം തന്നെ. ഇതിവിടെ മന്ന തന്നെയാണ്, വ്യത്യാസമല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആണായാലും പെണ്ണായാലും ആര് എന്ന് ചോദിക്കാൻ അറബിയിൽ മന്ന എന്ന് പറയാം കേട്ടോ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്ത്രീലിംഗായാലും പുല്ലിംഗായാലും ആര് എന്ന് ചോദിക്കൽ മന്ന തന്നെയാണ് ചോദിക്കുക. പക്ഷേ ഇത് എന്നുള്ളതിനോ അത് വ്യത്യാസമുണ്ട്. കാരണം എന്താ, ഹാദ എന്നുള്ള ആണാണ്, ഇതിപ്പോൾ പെണ്ണല്ലേ, പെൺകുട്ടിൻ്റെ ചിത്രമല്ലേ കാണുന്നത്. അപ്പോൾ ഹാദിഹി ഇത് തന്നെയാണ് അർത്ഥം, പക്ഷേ പെണ്ണായതുകൊണ്ട് ഹാദിഹി, നേരത്തെ നമ്മൾ പഠിച്ച മാതിരി തന്നെ. അപ്പോൾ ഇത് ലുബിനയാകുന്നു, പെൺകുട്ടിയുടെ പേരെന്താ, ലുബിന അല്ലേ. അപ്പോൾ നമ്മൾ
ഹാദിഹി ലുബ്ന. അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എന്ത് എന്നുള്ളതിന് മാ, രണ്ടോടത്തും മാ തന്നെ. എന്ത് എന്നുള്ളതിനും അവിടെ മാ തന്നെയാണ് അല്ലേ. മാ എന്ത് എന്നുള്ളത് വ്യത്യാസമല്ല. വ്യത്യാസം എവിടെയുള്ളൂ? ഹാദ ഹാദീൻ്റെ അവിടെ വ്യത്യാസമുള്ളൂ. മാ എന്നുള്ളത് ആണായാലും പെണ്ണായാലൊക്കെ മാ തന്നെ എന്ത് എന്നുള്ളതെന്ന് ചോദിക്കുക. പക്ഷേ ആണാവുമ്പോൾ ഹാദ, പെണ്ണാവുമ്പോൾ ഹാദിഹി. അപ്പോൾ ഇതേമാതിരിക്കും ഇവിടെ ഇത് മാങ്ങയാകുന്നു ഹാദ, ഇത് പൂച്ചയാകുന്നു ഹാദി. ആര് എന്നുള്ളതിന് മാ അല്ല, മന്നാണ്. ആണായാലും പെണ്ണായാലൊക്കെ മന്ന തന്നെയാണ്. പക്ഷേ ആണാവുമ്പോൾ ഹാദ, പെണ്ണാവുമ്പോൾ ഹാദിഹി. ഓക്കെ, ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് അടുത്ത ഇതിലേക്ക് വരിക, ഒന്നും കൂടി വിശാലമായി നമുക്ക് മനസ്സിലാവും. അതിൻ്റെ വർക്കും കൂടി ചെയ്യുമ്പോൾ ചെയ്യല്ലേ, വായിച്ചു നോക്കുക അല്ലേ. ആദ്യം നമുക്ക് ഹയ്യ നഖർ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വായിക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുക. പേനൻ്റെ ചിത്രം കണ്ടല്ലോ അല്ലേ. അപ്പോൾ പേനൻ്റെ ചൂണ്ടിയിട്ട് നമ്മൾ പറയണത് എങ്ങനെ പറയാ? പേനക്ക് എന്താ പറയുക? കലം. കലം എന്ന് പറഞ്ഞാൽ പെൻ. അപ്പോൾ ഹാദാ കലമുൻ, ഇത് പെന്നാകുന്നു അല്ലേ. പെന്ന് ചൂണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ ഹാദാ കലമുൻ. അപ്പം നമുക്ക് എങ്ങനെ ചോദ്യമാക്കുക? പെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ ജീവനില്ലാത്ത വസ്തു അല്ലേ. അപ്പം അങ്ങനത്തെ നമ്മൾ പറയുമ്പോൾ മാ തന്നെ പറയാം. മാ ഹാദ, ഇതെന്താകുന്നു. സാധാരണ ഇത് മാ എന്ത്, അപ്പം ഇത് എന്താകുന്നു എന്നായി അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ അപ്പുറത്തൊരു ചിത്രം കണ്ടല്ലോ അടിയിൽ, പൂവിൻ്റെ ചിത്രമാണ് അല്ലേ. അപ്പോൾ പൂവിൻ്റെ ചിത്രം നമ്മൾ ഇത് പൂവാകുന്നു. കാരണം താഴുള്ളത് കൊണ്ട് പൂവ് നമ്മൾ സ്ത്രീലിംഗ് ആക്കുക അല്ലേ. പൂവ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പൂവ്. അപ്പോൾ നമ്മൾ ഹാദിഹി എന്നായി. കാരണം എന്താ? സ്ത്രീലിംഗ് അല്ലേ. പുല്ലിംഗാവുമ്പോൾ പോയാൽ ഹാദ എന്ന് പറയാം. അപ്പോൾ സ്ത്രീലിംഗാവുമ്പോൾ ഹാദിഹി എന്നായി. അതിന് നമുക്ക് ചോദ്യമാക്കണം. എങ്ങനെ ആക്കുക? മാ മാറൂലല്ലോ, മാവിന് എല്ലായിടത്തും എന്ത് എന്നാണ് അല്ലേ. ഹാദിഹി എന്നായി, മാറ്റമുണ്ട്. ഹാദിഹി മാറ്റം അല്ലേ. ഹാദ എന്നുള്ളത് ഹാദിഹി എന്നായി മാറി. അപ്പോൾ ഇത് എന്താകുന്നു എന്ന് തന്നെയാണ് അർത്ഥം വ്യത്യാസമൊന്നുമില്ല. ഇപ്പുറത്ത് കുട്ടിയുടെ ചിത്രം നോക്കി, ഹാദാ അല്ലേ. ഹാദാ വ്യത്യാസം ഉണ്ടാവുമോ അല്ലേ. ആൺകുട്ടിയല്ലേ, അപ്പോൾ ഹാദ എന്നാണ് വരിക. ഇതെൻ്റെ സഹോദരൻ. അഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സഹോദരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. സഹോദരൻ നമ്മൾ അറബിയിൽ പറയുന്നതാണ് അഹ് കേട്ടോ. അപ്പോൾ എൻ്റെ സഹോദരനാകുന്നു അഹീ. അപ്പോൾ ചോദിക്കലോ, ജീവനുള്ള മനുഷ്യനല്ലേ. അപ്പം മന്ന ആരാകുന്നു? മൻ ഹാദ, ആണായതുകൊണ്ട് ഹാദ, മന്ന് തന്നെ. ഇപ്പുറത്ത് അടിയിൽ നോക്കി, പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഹാദിഹി. ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരി. അഹ് സഹോദരനാണെങ്കിൽ ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരിയാണ് കേട്ടോ, ഉഖ്തി. അപ്പോൾ ഹാദിഹി പെൺകുട്ടി ആയതുകൊണ്ട് ഹാദിഹി എന്നായി. ചോദ്യം എങ്ങനെ ചോദിക്കുക? മൻ തന്നെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ ജീവനുള്ള ആൾക്കാരെ ആരെന്ന് ചോദിക്കാൻ നമ്മൾ മൻ തന്നെയാണ് പ്രയോഗിക്കുക. പിന്നെ ഹാദ പെണ്ണായതുകൊണ്ട് ഹാദിഹി, ഇത് പെണ്ണായതുകൊണ്ട് ഹാദിഹി എന്നായി മാറി. അങ്ങനെ വ്യത്യാസമുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. മനസ്സിലായല്ലോ? ആണാകുമ്പോൾ ഹാദ, പെണ്ണാകുമ്പോൾ ഹാദിഹി. മറ്റത് ആണായാലും പെണ്ണായാലും ഒക്കെ മന്ന് തന്നെയാണ്. എന്തെന്നുള്ളതിന് ആണായാലും പെണ്ണായാലൊക്കെ മാ എന്ന് തന്നെയാണ്. ഇനി നമുക്കൊരു വർക്കും കൂടി ചെയ്യാം അല്ലേ. ഒരു ചിത്രം തന്നിട്ടുണ്ട്, നമ്മൾ പൂരിപ്പിക്കാനാണ്. നമുക്കൊരു ഉദാഹരണം തന്നാണ്. ആ ഉദാഹരണം കമാഫിൽ മിസാലാണ്. അതാ ഉദാഹരണം ഒന്ന് തന്നാണ്. ബാക്കിയുള്ള നമ്മളെ നോക്കിയിട്ട് സ്വന്തം ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. ഈ ചിത്രം എന്താ? ഇപ്പോൾ പുസ്തകത്തിൻ്റെ ചിത്രമല്ലേ കാണണം അല്ലേ, ബുക്കിൻ്റെ ചിത്രമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കൽ ഇതെന്താണ് ചോദിക്കൽ എങ്ങനെ? മാഹാദ, ഇതെന്താണ്? മാഹാദ, ഇത് എന്താണ്? കാരണം പുസ്തകം എന്നുള്ള നമ്മൾ പുല്ലിംഗായിട്ട് പ്രയോഗിക്കുന്നതാണ്, അതുകൊണ്ട് ഹാദ മതി. അവന് ഉത്തരം എന്താ പറയുക? ഹാദ കിതാബുൻ, ഇത് പുസ്തകമാകുന്നു. കിതാബ് പറഞ്ഞാൽ പുസ്തകം. അപ്പോൾ ഇത് പുസ്തകമാകുന്നു. ഹാദ മതി. കാരണം എന്താ? ചോദ്യം ഹാദ എന്നല്ലേ. അപ്പോൾ ഹാദ എന്നതിന് ഉത്തരം വരിക. അപ്പോൾ എന്താണോ ചോദ്യം വന്ന് ആ സാധനം തന്നെ ഇവിടെ വരിക, ഉത്തരത്തിലും വരിക. ഇതെന്താ? ഇനി നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇത് കുട്ടീൻ്റെ ഫോട്ടോ അല്ലേ. ഇബിന് അല്ലേ, അല്ലെ അഹ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരാണായിട്ടുള്ള സാധനം നമുക്ക് പറയാം. അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കുക? ഇത് ആരാകുന്നു? മൻ ഹാദാന്നോ ഹാദിഹിന്നോ? ഹാദ. കാരണം എന്താ? ആണായതുകൊണ്ട് മൻ ഹാദ. ഉത്തരം എന്താ വരിക? ഹാദ ഉള്ളത് കൊണ്ട് ഇനിയും ഹാദ തന്നെയാണ് വരിക. ഹാദ ഇബിനി, ഇതെൻ്റെ കുട്ടിയാകുന്നു. ഹാദ ഇബിനി, അല്ലെങ്കിൽ ഇതെൻ്റെ സഹോദരനാകുന്നു. ഹാദ അഹി, അങ്ങനെയൊക്കെ പറയാം. ഇനി ഇവിടെയുള്ള പൂച്ച അല്ലേ. അപ്പം എങ്ങനെ ചോദിക്കുക? മനുഷ്യനൊന്നും അല്ലല്ലോ. അപ്പം മാ തന്നെ നമ്മൾ ചോദിക്കുക അല്ലേ. മാ തന്നെ ചോദിക്കുക. ഇതെന്താകുന്നു? ഹാദാന്നാണോ ഹാദിഹി എന്നാണോ? പൂച്ചക്ക് എന്താ നമ്മൾ പറഞ്ഞിനെ ആലോചിച്ചാൽ മതി. പൂച്ചക്ക് നമ്മൾ ഹിറത്ത് എന്നല്ലേ പറഞ്ഞു അല്ലേ. പൂച്ച പെണ്ണല്ലേ, സ്ത്രീലിംഗാണ്. അപ്പോൾ ഹാദാണോ ഹാദിഹി എന്നാണോ? ഹാദിഹി. കാരണം പുല്ലിംഗ് ആയതുകൊണ്ട് സ്ത്രീ ആയി പ്രയോഗിക്കുന്നത് കൊണ്ട് ഹാദിഹി എന്നാണ് ചോദിക്കുക. ഉത്തരോ ഹാദിഹി തന്നെ ഇങ്ങോട്ട് വരും. ഹാദിഹി. പൂച്ചക്ക് എന്താ പറയുക? ഞാൻ നേരത്തെ പറഞ്ഞു ഹിറത്തുൻ. അപ്പോൾ ഹാദിഹി എന്നായി. ഇപ്പുറത്ത് അതേമാതിരി ഒരു പെൺകുട്ടിൻ്റെ ചിത്രം കണ്ടല്ലോ അല്ലേ. ഒരു പെണ്ണിൻ്റെ ചിത്രമുണ്ട്.
മന്നാണോ? മാറുമോ? ഇല്ല. ആണായാലും പെണ്ണായാലൊക്കെ മൻ തന്നെയാണ്. ഇനി മൻ ഹാദാണോ ഹാദിഹി എന്നാണോ? പെണ്ണായതുകൊണ്ട് ഹാദിഹി. ഉത്തരം എങ്ങനെ പറയാ? ഹാദിഹി തന്നെ ഇവിടെ വരും അല്ലേ? ഹാദിഹി പെൺകുട്ടിയാകുന്നു, എൻ്റെ മകളാകുന്നു. ഹാദിഹി ബിൻതി. തിരിഞ്ഞാ? അപ്പോൾ ആണാവുമ്പോൾ ഹാദ, പെണ്ണാവുമ്പോൾ ഹാദിഹി, അതന്നെ ചോദ്യമാകുമ്പോൾ മാ, മനുഷ്യനൊക്കെ ആകുമ്പോൾ മന്ന് കേട്ടോ. ഇതാണ് അവിടെ നന്നായി മനസ്സിലാക്കേണ്ടത്. സിമ്പിളാണ്, ഒന്ന് നന്നായി ശ്രദ്ധയിലേക്ക് കൂടെ. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മാ എന്നുള്ള പ്രയോഗവും മന്ന് എന്നുള്ള പ്രയോഗവും ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗവും അല്ലേ, അങ്ങനെ 4 സാധനങ്ങൾ നമ്മൾ ഇവിടെ നന്നായി പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ എല്ലാത്തിലും ഉള്ളതുപോലെ ഒരു സാധനം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഖുർആനിൽ നിന്ന് ഓതാനാണ്. ഖുർആൻ നമ്മൾ ആയത്തുകൾ തന്നത് നോക്കുക. അൽ ഖാരിഅതു മൽ ഖാരിഅഹ് അല്ലേ, മൽ ഖാരിഅഹ് അല്ലേ, അട്ടഹാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് അള്ളാഹിൻ്റെ ചോദ്യമാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച്. അപ്പോൾ ഖാരിഅത്ത് മൽ ഖാരി, അപ്പോൾ എന്താണ്, എന്ത്, അപ്പോൾ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ചോദ്യപ്രയോഗം നമുക്കവിടെ കാണിച്ചു തരാണ്. അപ്പോൾ മാൻ്റെ പ്രയോഗം, മന്നിൻ്റെ പ്രയോഗം അടുത്ത് മൻ ഫഅല ബിഹാദ, മൻ ഫഅല ഹാദ ബി ആലിഹത്തിനാ, മൻ ഫഅല ഹാദ ബി ആലിഹത്തിനാ. നമ്മളെ ബിംബങ്ങളൊക്കെ ആരാണ് തകർത്തത് എന്ന് ചോദിക്കണം. അപ്പോൾ ആരാണ് തകർത്തത്? മനുഷ്യനോട്, ഏതോ ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ മനുഷ്യനോട് ഉള്ള ഒരു ചോദ്യമാണ്, ആരാണ് തകർത്തത് എന്ന് ചോദിക്കണത്. അപ്പോൾ മന്ന് എന്ന് പ്രയോഗിച്ചത്, മന്ന് പറഞ്ഞാൽ ആര്, മാറ എന്ത്, മന്നെന്ന് പറഞ്ഞാൽ ആര്. ഓക്കെ, വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ 2 സാധനമാണ് മനസ്സിലാക്കേണ്ടത്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്, മൻ എന്നാൽ ആര്. അപ്പോൾ മനുഷ്യനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ മൻ എന്നാണ്, ജീവനില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ജീവികളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാ എന്നാണ്. നമ്മളൊന്ന് എഴുതി നോക്കുക. മാ ഹാദ എന്നെങ്ങനെ എഴുതുക, എന്താണ് മൻ ഹാദിഹി എന്നെങ്ങനെ എഴുതുക എന്നതാണ് അടുത്ത വർക്കായിട്ട് തന്നിട്ടുള്ളത്. എല്ലാവരും വർക്കൊക്കെ ചെയ്ത് നോക്കുക. അള്ളാഹു താല കബൂലാക്കട്ടെ. അള്ളാഹു താല നല്ല നാഫിയ ഇൽമ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഉസ്താദുമാരും മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.